ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ബ്ലോക്ക് ഓഫീസർ സത്യാമ്മയോട് പറയുന്നു, കുടുംബശ്രീ സാരഥിയുടെ സമ്മതപത്രം വാങ്ങിക്കൊണ്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്തു തരാം. സത്യഭാമ തെരുവിൽ പിഷയെടുത്താലും ശാരദാമ്മയുടെ അടുത്ത് പോവില്ലെന്ന് ആ ഓഫീസർക്ക് അറിയില്ലല്ലോ. സാറേ അതിപ്പോൾ എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ ആ ഓഫീസർ പറയുന്നു, അവർ സമ്മതിക്കത്തില്ലെങ്കിൽ പിന്നെ വേറെ വഴി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്ക്. സർക്കാരിൻ്റെ ഫണ്ടല്ലാതെ നിങ്ങൾ വേറെ വല്ലതും നോക്ക്. അല്ലെങ്കിൽ തന്നെ ഈ സർക്കാർ ഫണ്ടൊക്കെ ഉപയോഗിക്കുന്നത് തീരെ ദാരിദ്ര്യം പിടിച്ചവരാ. അവർക്ക് വേണ്ടിയിട്ടാ. അവരെ കൂടെ താഴത്തെ തട്ടിൽ നിന്നും കൈപിടിച്ചുയർത്തി മറ്റുള്ളവരോടൊപ്പം എത്തിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഇതേപോലുള്ള ഫണ്ടും ഇതുപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളും. ശാരദ ഇക്കാര്യത്തിൽ മികച്ച തെളിവ് തെളിയിച്ച ആളാണ്. ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചു വന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരിൽ നിന്നിത് വഴിമാറ്റി വിട്ടാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് പിന്നെ ഞാൻ ഉത്തരം പറയേണ്ടി വരും. ഇവിടെ ഇപ്പോൾ സത്യഭാമ എന്ന് പറയുന്ന നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ എന്നെ ഒരാളും ചോദ്യം ചെയ്യത്തില്ലായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. നമ്മുടെ പിള്ള പറയുവാണേ, സാറേ കാഴ്ചയിൽ ഈ പകിട്ടൊക്കെ ഉള്ളു സാറേ, സാമ്പത്തികപരമായി പറഞ്ഞാൽ ഇപ്പോൾ വെറും വട്ടപൂജ്യത്തിൽ നിൽക്കുക സാറേ. ഇതെല്ലാം കേട്ട് സത്യഭാമ ഇങ്ങനെ തലയും കുനിഞ്ഞവിടെ നിൽപ്പുണ്ട്. സത്യഭാമയുടെ ഒരു അവസ്ഥ നോക്കിക്കെ, എത്ര അഹങ്കാരിയായിരുന്ന സത്യഭാമയാ ഇന്നിങ്ങനെ തലയും കുനിച്ച് നിൽക്കുന്നതേ. പിള്ള പറയുക, സാറേ ഞങ്ങളെ കൈയൊഴിയരുത്, ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിൽ പ്രതീക്ഷ അർപ്പിച്ച് വന്നതാണ്. എടോ, ഈ കാഴ്ചയിൽ കാണുന്ന ഈ പകിട്ട് തന്നെയാടോ എവിടെയും പ്രശ്നം. ഇതിപ്പോൾ സത്യഭാമയെ പോലെയുള്ള ഒരാൾ ഇങ്ങനൊരു പ്രവൃത്തിയുമായി മുന്നിട്ടിറങ്ങുമ്പോൾ ആളുകൾ പറയത്തില്ലേ, ഇവർക്കിത് എന്തോത്തിൻ്റെ കേടാന്ന്. നമ്മുടെ നാട്ടുകാരല്ലേ, ഇതും പറയും ഇതിനപ്പുറവും പറയും. സത്യഭാമ ഇതെല്ലാം കേട്ടിങ്ങനെ നാണിച്ചവിടെ നിൽക്കുക. കാഴ്ചയിൽ അംഗവൈകല്യം ഇല്ലാത്ത ഒരാൾ ലോട്ടറി ടിക്കറ്റ് വിറ്റ് നടക്കട്ടെ, അപ്പോഴവനെ നോക്കിയിട്ട് പറയും, ഇവൻ എന്തിൻ്റെ കേടാ, എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചുകൂടെയെന്ന്. ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഹൃദ്രോഗമുള്ള ആളായിരിക്കും. അപ്പോഴയാൾക്ക് പണിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴതുകൊണ്ട് അയാൾ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നു. ഇത് വല്ല ആൾക്കാർ അറിഞ്ഞുകൊണ്ടാണോ പറയുന്നത്? 10 ദിവസമെങ്കിലും പട്ടിണി കിടക്കുന്നവരെ കണ്ടാലേ ഇന്നത്തെ ആൾക്കാർ 10 പൈസയെങ്കിലും ഭിക്ഷ കൊടുക്കത്തുള്ളൂ. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടൊരു കാര്യം പറയാം. സത്യഭാമയെ പോലെയുള്ള ഒരു സ്ത്രീക്ക് സർക്കാർ ഫണ്ടിൽ നിന്നും ഒരു ബിസിനസ് തുടങ്ങാൻ 10 പൈസ ഞാൻ കൊടുക്കത്തില്ല. അതെ, ഈ കാഴ്ചപ്പാടിൽ നിന്ന് തോന്നുന്നതാ. സത്യഭാമയ്ക്ക് ഇങ്ങാരുടെ പ്രസംഗമൊക്കെ കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. സത്യഭാമ ചോദിക്കുക, അതെ ഞങ്ങൾ നിൽക്കണോ അതോ പോണോ? വല്ല കാര്യവും നടക്കുമെന്നുണ്ടായിരുന്നെങ്കിൽ വലിയ ഉപകാരമായാന്. ഞാൻ പറഞ്ഞില്ലേ, ഇത് പാവപ്പെട്ടവർക്കുള്ള പണമാ. ഇത് ഉപയോഗിച്ച് രക്ഷപ്പെടേണ്ടതും അവർ തന്നെയാ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പോയി ശാരദയുടെ സമ്മതം വാങ്ങിക്കൊണ്ട് വാ, ഞാൻ ഫണ്ട് ശരിയാക്കി തരാം. അല്ലാതെ വളഞ്ഞ മാർഗത്തിലൊന്നും ഞാനത് നടത്തിക്കത്തതുമില്ല, ഞാൻ കൂട്ടു നിൽക്കത്തോ ഇല്ല. എന്നാൽ പിള്ളേ, നമുക്കിനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് പോകാം എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ ഒന്ന് നിന്നേ എന്നും പറഞ്ഞ ബ്ലോക്ക് ഓഫീസർ ആ ചെയറിഞ്ഞോട്ട് നീക്കി കാലും വെച്ചിട്ടൊരു നോട്ടം. വകുപ്പുണ്ടാക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് നടത്തിക്കൊണ്ടു പോകാനുള്ള ഫണ്ടും നിങ്ങൾക്ക് കിട്ടും. ശാരദ പോലും അറിയാതെ ഇത് നിങ്ങളുടെ പേരിലേക്ക് ആജീവനാന്തം നടത്താനുള്ള നടത്തിപ്പവകാശം കിട്ടുകയും ചെയ്യും. അത് കേട്ടപ്പോൾ സത്യാമ്മയ്ക്കും പിള്ളയ്ക്കും നല്ലൊരു പ്രതീക്ഷയുണ്ടായി. പിന്നീടാണ് അയാൾ പറയുന്നത്, പക്ഷേ ഞാൻ ചെയ്യില്ല, ഇവിടുന്ന് 1 രൂപ പോലും ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഗതികേടുണ്ടല്ലോ, ഇത് കണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലൊരാളാണ് ഈ ഞാനും. പണ്ട് ജോലിയില്ലാതിരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ വെറും 5000 രൂപ ചോദിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് അറിയാവോ? നിങ്ങളുടെ ഓർമ്മയിൽ അത് കാണില്ലായിരിക്കും, പക്ഷെ എൻ്റെ ഓർമ്മയിൽ അത് മായാതെ മങ്ങാതെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അന്ന് വെറും 5000 രൂപയ്ക്ക് വേണ്ടി ഈട് വയ്ക്കണമെന്നും പ്രമാണം കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് അന്ന് നിങ്ങൾ എന്നെ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ പിടിച്ചു നിർത്തി. ഒടുവിൽ നിങ്ങൾ പണം ഇല്ലെന്നും പറഞ്ഞ് എന്നെ മടക്കി അയക്കുകയും ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ ഈ പേരും മുഖവും ഞാൻ എൻ്റെ മെമ്മറി പേജിൽ കുറിച്ചിട്ടു. എന്നെങ്കിലും ഒരവസരം വരും അപ്പോഴുപയോഗിക്കാൻ വേണ്ടി. ഇപ്പോഴിത് എനിക്ക് കിട്ടിയ അവസരമാണിത്. ഇത് ഞാൻ ഭംഗിയായി ഉപയോഗിക്കും. ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്ന കാലം വരെ നിങ്ങൾക്ക് ഇവിടുന്ന് 10 പൈസ കിട്ടത്തില്ല. ഒരു മനുഷ്യന്റെ അഹങ്കാരത്തിനും അഹന്തയ്ക്കും ഇതെല്ലാം ഈശ്വരൻ തരുന്ന തിരിച്ചടിയാണ്. ഇതെല്ലാം ഇവിടെ നടന്ന് മേടിച്ചു കൂട്ടാതെ നിങ്ങൾക്ക് ഈ ഭൂമി വിട്ട് പോകാനും പറ്റില്ല. ഇതൊരു തുടക്കം മാത്രമാ സത്യഭാമേ. ഇനി വരാനിരിക്കുന്നതൊക്കെ കൂടിയ ഇനങ്ങളാ.
എല്ലാം വാങ്ങിച്ചു കൂട്ടാനുള്ള കരുത്ത് നേടിക്കോ. സത്യഭാമ ആ പഴയ അഹങ്കാരത്തോടും ഗൗരവത്തോടും അയാളെ ഒന്ന് നോക്കിയിട്ട് ആ ചേറയിലൊരു തട്ടുവൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ ഒരു പോവുകയാണ്. ഇറങ്ങിപ്പോകുന്ന സത്യഭാമയോട് അയാൾ പറയുന്നു, സഹായം ചോദിച്ച് വന്നിരിക്കുന്നു. അത് കേട്ട് സത്യഭാമ പെട്ടെന്ന് ദേഷിച്ച് തിരിഞ്ഞു നോക്കുവാണ്. എന്താ നോക്കുന്നത്? ഇറങ്ങിപ്പോയിക്കോണോ ഇവിടുന്ന്? ഒരു സത്യഭാമ വന്നേക്കുന്നു. സത്യാമ്മയെ കയ്യിൽ കിട്ടി അത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു സന്തോഷം. ഹോസ്പിറ്റലിൽ ശാലിനിയെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറയുന്നു, ബെറ്റർ ആയിട്ടുണ്ട്, ഇനി ഒരു 2 ദിവസം കൂടെ കിടന്നാൽ മതി, ഈ മരുന്നൂടെ വാങ്ങിച്ച് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട്. എന്നാൽ മോളെ, അമ്മ പോയി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരട്ടെ എന്നും പറഞ്ഞ് ശാരദാമ്മ മരുന്ന് മേടിക്കാൻ പോവുകയാണ്. ആ സമയത്ത് സുസ്മിതയുടെ കാറോടെ വന്നിട്ടുണ്ട്. സുസ്മിത ശാലിനിയെ കാണാനുള്ള വരവാണ്. ശാലിനി കിടക്കുന്ന ആ റൂമിൻ്റെ കഥകൊക്കെ അങ്ങോട്ട് തുറന്ന് സുസ്മിതയെ അങ്ങനെ സന്തോഷത്തോടെ വരികയാണ് ശാലിനിയുടെ അടുത്തോട്ട്. സുസ്മിതയെ കണ്ടതും ശാലിനി വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. ശാലിനിക്ക് അറിയാമല്ലോ അവൾ എന്തിനാ വന്നിരിക്കുന്നതെന്നൊക്കെ. സുസ്മിതയുടെ വക ഒരു വാചകവടി, ലക്ഷണമത്ത കൊമ്പനെ, ചാഞ്ഞാലും കാശ ചരിഞ്ഞാലും കാശാന്നേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥ, കളക്ടർ സ്ഥാനത്തുള്ള ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പരിഗണന. അയ്യോ, ശാലിനി വെറുതെ പറയുവല്ല. ഞാൻ റിസപ്ഷനിൽ വന്ന് കളക്ടറെന്ന് മുഴുക്ക പറഞ്ഞില്ല. ഒരു നേഴ്സ് ഓടി വന്ന് ദാണ്ട എന്നെ ഈ വാതിലിൻ്റെ അടുത്ത് വരെ കൊണ്ടുവന്നാക്കി. കുത്തുകൊണ്ടാലെന്താ, രാജകീയ പരിഗണനയല്ലേ കളക്ടർക്ക് കൊടുക്കുന്നത്? എല്ലാം സാധാരണക്കാരൻ കരം കൊടുക്കുന്ന കാശ. എന്തു ചെയ്യാം, എല്ലാം അനുഭവയോഗം തന്നെ. ശാലിനി ഉടനെ പറയുക, നിനക്കും ഒരു കൈ നോക്കാൻ വയ്യായിരുന്നോ? ഇവിടെ വന്നിങ്ങനെ കിടക്കായിരുന്നല്ലോ. ഓ എൻ്റെ ശാലിനി, നമ്മളെയൊക്കെ കുത്തി ഇങ്ങനെ ഇവിടെ കൊണ്ട് കിടത്താനേ കൊമ്പത്തെ ശത്രുക്കളൊന്നും ഇല്ലെന്നേ. പിന്നെ ഇങ്ങനെ കിടന്നാലും സർക്കാർ ചെലവിൽ സംരക്ഷിക്കാൻ ആളുമില്ല. പിന്നെ എന്തിനാടി നീ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഞാൻ ചത്തോ ജീവിച്ചോ എന്നറിയാനാണോ? നീ ഏൽപ്പിച്ചവൻ്റെ ഉന്നം കൃത്യമായില്ല, അതുകൊണ്ട് എൻ്റെ ജീവൻ പോയില്ല. എടി ശാലിനി, കുത്തിയവന് നല്ലതുപോലെ അറിയായിരിക്കും നിന്നെ കൊല്ലണോ അതോ പാതി ജീവനിൽ കിടത്തണോന്ന്. എന്തായാലും നിനക്ക് ജീവൻ തിരിച്ചു കിട്ടിയാലും നീ സന്തോഷിച്ചോ? സത്യം പറയാലോ ശാലിനി, ഞാൻ സന്തോഷിക്കുന്നുണ്ട് നീ രക്ഷപ്പെട്ടു വന്നതിൽ. നേർക്ക് നേരെ നിന്ന് നേരിടാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ ശാലിനി? അതും ഒപ്പത്തിനൊപ്പം പോന്നവര്. ശത്രുക്കൾ എത്രത്തോളം പ്രബലരാണോ അത്രത്തോളം തന്ത്രങ്ങളുടെ ശക്തി കൂടുവെന്നല്ലേ. അതുകൊണ്ട് എൻ്റെ ശക്തി ഒരല്പം കൂടട്ടെ ശാലിനി. നിന്റെ ബുദ്ധിക്കൊപ്പം പിടിച്ചു നിൽക്കാനേ എനിക്കൊരല്പം ശക്തിയെങ്കിലും വേണ്ടേ? അവളുടെ ഈ കഥാപ്രസംഗമൊക്കെ കേട്ടിട്ട് ശാലിനി പറയുക, എനിക്കറിയായിരുന്നടി കുത്തിയവർക്ക് എൻ്റെ ജീവനല്ലായിരുന്നു വേണ്ടത്, എന്നെ കുറച്ച് ദിവസം കിടത്തണം. അവന് കൊട്ടേഷൻ കൊടുത്തവരും പറഞ്ഞേൽപ്പിച്ചത് അങ്ങനെ തന്നെ ആയിരിക്കും. സർവീസിൽ നിന്ന് കുറച്ച് ദിവസം മാറ്റി നിർത്തുക. നിങ്ങൾ പറഞ്ഞേൽപ്പിച്ച് അവൻ ഭംഗിയായിട്ട് നിർവഹിച്ചു. ശാലിനി, ഞാൻ എൻ്റെ മിട്ടുവിന് ഫുഡ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. മിട്ടു എന്ന് വെച്ചാൽ മനസ്സിലായോ? എൻ്റെ പട്ടി. അവൾ ഹൈജീനിക്കായ ഭക്ഷണം മാത്രമേ കഴിക്കൂ. ഭയങ്കര വാശിക്കാരിയാ. ഇക്കാര്യത്തിലൊക്കെ അവൾക്ക് ഭയങ്കര നിർബന്ധവുമാ. ഈ ലോക്കൽ ഭക്ഷണമൊക്കെ അവൾ കഴിച്ചാലുണ്ടല്ലോ അപ്പം തന്നെ വൊമിറ്റ് ചെയ്യും. അപ്പോഴാ ജഗതി വിളിച്ച് പറഞ്ഞത് പട്ടിക്ക് ഫുഡ് വാങ്ങിക്കുന്നതിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ ശാലിനി പോറലേറ്റ് കിടക്കുന്നതെന്ന്. പിന്നെ അവിടുന്ന് തന്നെ കുറച്ച് ആപ്പിളും മുന്തിരിയും ഓറഞ്ചും ഒക്കെ അങ്ങ് വാങ്ങിച്ചു. ഫോർമാലിറ്റിക്ക് ശാലിനിയെ ഒന്ന് കാണാമെന്ന് കരുതി. അപ്പോൾ ശാരദാമ്മ മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയാണ്. സുസ്മിതയെ കണ്ടതും ശാരദാമ്മയ്ക്ക് ഭയങ്കര കലി വരുന്നുണ്ട്. സുസ്മിത പറയാം, ആഹാ, ശാരദാമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി കുത്തുകൊണ്ട് കിടക്കുന്ന ശാലിനിയുടെ അടുത്ത് കൂട്ടുകിടപ്പിന് ആരുമില്ലല്ലോ എന്ന്. ഭർത്താവ് വിഷ്ണുവിനാണെങ്കിൽ സത്യഭാമ വരയ്ക്കുന്ന ലക്ഷ്മണരേഖ മറികടക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കളക്ടർ ശാലിനി ഓഫീസ് ഫയലും കണി കണ്ടോണ്ടിരിക്കുവാണെന്നാണ് ഞാൻ കരുതിയത്. അവളുടെ അഹങ്കാരത്തിൻ്റെ മറുപടി എന്ന പോലെ ശാരദമ്മ പറയുക, ഇത്രയും നേരം വിഷ്ണു ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും വിഷ്ണുവാണ്. ഞാനാണെങ്കിൽ ഇപ്പം വീട്ടിലോട്ടങ്ങ് പോവും. പിന്നെ ശാലിനിക്കൊപ്പം ഇവിടെ കൂട്ടു നിൽക്കുന്നത് വിഷ്ണു തന്നെയാ. അല്ലെങ്കിലും ഭാര്യ കിടക്കുമ്പോൾ സഹായത്തിന് നിൽക്കേണ്ട ഭർത്താവ് തന്നെയല്ലേ. അതിൻ്റെ അവൻ്റെ അമ്മ സത്യഭാമ അനുവദിച്ച് തരുമോ? അല്ല ശാരദാമ്മയെ, കുടുംബശ്രീ ഹോട്ടലൊക്കെ ഇപ്പം എങ്ങനെ പോകുന്നു? മകൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് ആ തട്ടുകടയൊക്കെ പൂട്ടിക്കെട്ടി വിശ്രമിക്കേണ്ട സമയമായി. അയ്യോ എൻ്റെ മോളെ, മോക്കറിയില്ലേ, വെറുതെ ഇരുന്ന് തിന്നാലേ പിത്തം പിടിക്കും. അത് മാത്രവുമല്ല, ഒരു പണിയില്ലെങ്കിലേ വെറുതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറാൻ നടക്കുന്നവരില്ലേ, അവരെ പോലെ ഞാനും അങ്ങനായി മാറും. ശാരദാമ്മ ഇത് അവൾക്കിട്ട് കൊടുത്ത പണിയാന്ന് അവൾക്ക് നല്ലതുപോലെ മനസ്സിലായി. ഇതാകുമ്പം മോളെ ആരുടെയും പ്രാക്കും കൊള്ളത്തില്ല, അധ്വാനിച്ച് 10 രൂപ കിട്ടുകയും ചെയ്യും. സുസ്മിതയ്ക്ക് ഇപ്പം പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് അങ്ങനൊന്നും പറ്റില്ല മോളെ.
ഇങ്ങനെ പറയുമ്പോൾ ശാലിനി ഇരുന്ന് ചിരിക്കുന്നുണ്ട്. സുസ്മിത വിചാരിച്ചില്ല ശാരദാമ്മ ഇങ്ങനെയൊക്കെ പറയുമെന്ന്. സുസ്മിത ശരിക്ക് അടി കൊണ്ടതുപോലെ നാണിച്ച് നിൽക്കുവാണ്. എന്നിട്ട് പറയുക, നിങ്ങളുടെ നാവിന് കുറച്ച് ബലം വെച്ചിട്ടുണ്ട്. ഇവളുടെ ബലത്തിലായി നാവ് ആടുന്നതെങ്കിൽ മോളുടെ അവസ്ഥ കണ്ടല്ലോ. ഇതുപോലെ നിങ്ങളിവിടെ കിടന്നാൽ പിന്നെ നിങ്ങളിവിടെ കിടക്കത്തേ ഉള്ളു. പിന്നെ നിങ്ങൾക്ക് എണീക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ശാലിനി പറയുക, എടി മതിയടി നിന്റെ ഡോഗ് ഷോ. നാളാവാൻ വേണ്ടി വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ പരിക്കൊക്കെ കണ്ടെന്ന് ആനന്ദിക്കാന്ന് കരുതിയില്ലേ? പക്ഷേ നീ വന്ന് കണ്ടപ്പോൾ നിനക്ക് മനസ്സിലായി നീ ഉദ്ദേശിക്കുന്ന അത്രയൊന്നും പരിക്കെനിക്ക് പറ്റിയിട്ടില്ലെന്ന്. അതിൻ്റെ നെകളിപ്പടി നീ ഇപ്പോൾ ഈ നടത്തിയ പട്ടിപ്പുരാണം. ഏതായാലും നീ ഇവിടെ പൊട്ടിക്കാൻ കൊണ്ടുവന്ന ബോംബ് ഇവിടെ പൊട്ടാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും ചവറ്റുകൊട്ടയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് പോകാൻ നോക്കടി. ഞാൻ പൊയ്ക്കോളാടി. അല്ലെങ്കിൽ നിനക്കേ ഞാൻ കൂട്ടുകിടക്കാനൊന്നും അല്ല വന്നത്. പക്ഷെ നമ്മൾ ഇനിയും കാണും. അപ്പോൾ ഇതിനെല്ലാം ചേർത്ത് ഞാൻ നിനക്കൊരു മറുപടിയും തരും. അത് നിന്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു മറുപടി ആയിരിക്കും. കേട്ടോടി എന്നും പറഞ്ഞ് അവൾ പോകാൻ വരുമ്പോൾ ശാലിനി വിളിക്കും, എടി നീ ഇങ്ങോട്ട് വന്നേ. നിന്റെ മീട്ടൂപ്പട്ടിക്ക് ഫുഡ് വാങ്ങിച്ച സ്ഥലത്തുനിന്ന് വാങ്ങിച്ച ഫ്രൂട്ടല്ലേ ഇത്? എനിക്ക് വേണ്ട, നീ തന്നെ കൊണ്ടുപോയി അങ്ങ് തിന്നോ. ഞാനേ അത്ര ഹൈജീനിക്കൊന്നുമല്ല. എടുത്തോണ്ട് പോടി ഇവിടുന്ന്. അല്ലെങ്കിൽ നിന്റെ വീട്ടുമുറ്റത്ത് കൊണ്ടൊന്ന് വലിച്ചെറിയും ഞാൻ. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് തീറ്റിക്കണമെന്ന് എനിക്ക് വലിയ ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. എൻ്റെ വീട്ടിൽ 2 പട്ടികളുണ്ടല്ലോ, ആ പട്ടികളെ കൊണ്ട് ഞാൻ തീറ്റിപ്പിച്ചോളാം. അവൾ പട്ടികളെന്ന് ഉദ്ദേശിച്ചത് അവളുടെ ഭർത്താവ് ജഗദീപിനെയും പിന്നെ രോഹിത്തിനെയാണ്. അങ്ങനെ ബോംബ് പൊട്ടിക്കാൻ വന്ന സുസ്മിതയ്ക്ക് പൊട്ടിക്കാനാകാതെ അങ്ങ് പോവുകയാണ്. ശാരദാമ്മ ചോദിക്കുക, മോളെ ഇവളുവ ചന്ദ്രബോസും കൂടെ ചേർന്നാണോ മോളെ ഇങ്ങനെ കിടത്തിയത്? അവരുടെ കൂടെ ഇപ്പം മറ്റു 2 പേരും കൂടെ ഉണ്ടമ്മേ. ഒന്ന് ഉപേന്ദ്രനും പിന്നെ രോഹിത്തും. സത്യഭാമയും പിള്ളയും കൂടെ ഓട്ടോറിക്ഷയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ ബ്ലോക്ക് ഓഫീസർ പറഞ്ഞതൊക്കെ ഇങ്ങനെ സത്യാമ്മ ഓർക്കുവാണ്. നിങ്ങളുടെ അഹന്തയ്ക്കോ അഹങ്കാരത്തിനും കിട്ടിയ തിരിച്ചടിയാണിത്. നിങ്ങളുടെ ഈ അവസ്ഥ കണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ ഈ ശാപങ്ങളൊക്കെ അനുഭവിച്ച് തീർക്കാതെ നിങ്ങൾക്ക് ഈ ഭൂമി വിട്ട് പോകാൻ പറ്റില്ല. വിഷമിച്ചിരിക്കുന്ന സത്യാമ്മയെ നോക്കി പിള്ള പറയുന്നു, സത്യാമ്മ അയാൾ പറഞ്ഞ ഒന്നും കാര്യമാക്കണ്ട, നമുക്ക് ഇതല്ലെങ്കിൽ വേറെ വഴി നോക്കാം. ഒരു വഴി അടഞ്ഞാൽ 9 വഴി തുറക്കുമെന്നല്ലേ പറയുന്നത്? എൻ്റെ ഇപ്പോഴത്തെ സമയം വെച്ച് നോക്കിയാൽ പിള്ളേ ആ 9 വഴിക്കും തടസ്സങ്ങളുണ്ടാവും. നമ്മളവിടെ ചെന്നപ്പോഴേ അയാൾക്ക് എന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ ഫണ്ട് തരത്തില്ലെന്ന് പറഞ്ഞത്. സത്യാമ്മേ, നമ്മൾ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളു. 1-2 വീഴ്ചകളൊക്കെ വീഴും. എന്നാലേ നടപ്പിനൊരു ബലം കിട്ടത്തുള്ളൂ. തടസ്സങ്ങൾ നീങ്ങി മുന്നോട്ട് പോകാൻ നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പേരുകൾ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കാൻ അയാൾ ശ്രമിച്ചത്. ഞാൻ ശാരദയുടെ കാല് പിടിക്കണമെന്ന്, ഈ സത്യഭാമ അവളുടെ കാല് പിടിക്കണമെന്ന്. അതിനെ സത്യഭാമ മരിക്കണം. കാര്യങ്ങൾ നടന്നു കാണാൻ വേണ്ടി അയാൾ ഒരു വഴി പറഞ്ഞെന്നേ ഉള്ളു സത്യാമ്മേ. അത് നമുക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. പിന്നെ ഈ ബിസിനസ് സത്യാമ്മയ്ക്ക് ചെയ്യണമെന്ന് വിധി ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അതിപ്പോൾ ആര് തടസ്സം നിന്നാലും ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. അവരങ്ങനെ പോകുന്ന വഴിയിൽ വിഷ്ണുവിൻ്റെ ലോറിക്ക് എന്തോ തടസ്സം വന്നിട്ട് വിഷ്ണുവും കമലനും കൂടെ അത് ശരിയാക്കുന്നതാണ് സത്യാമ്മ കാണുന്നത്. അയ്യോ വിഷ്ണു അല്ലേ അത്, വണ്ടിയൊന്ന് നിർത്തിക്കേ എന്നും പറഞ്ഞ് സത്യാമ്മ അവിടെ മാറി നിന്ന് നോക്കുവാണ്. വിഷ്ണു ആ വണ്ടിയുടെ അടിയിലോട്ട് കയറി എന്തൊക്കെയോ നോക്കുന്നതും ആ ടയറയുടെ തുരുട്ടുന്നതും അതൊക്കെ സത്യാമ്മ കണ്ടിട്ടങ്ങ് സങ്കടപ്പെടുവാണ്. ദൈവമേ, കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ ഞാൻ വളർത്തിയ എൻ്റെ പൊന്നുമോൻ, കാലിലൊരു ചെരുപ്പ് പോലും ഇടാതെ ഞാൻ മണ്ണിൽ നടത്താത്ത എൻ്റെ പൊന്നുമോൻ, ദൈവമേ അവൻ ചെയ്യുന്നത് കണ്ടോ, എൻ്റെ കുഞ്ഞിൻ്റെ വേഷം കണ്ടോ എന്നൊക്കെ ഓർത്ത് സത്യഭാമ അവിടെ നിന്ന് കരയുവാണ്. പിള്ള ചോദിക്കുന്നുണ്ട്, സത്യാമ്മേ വിഷ്ണു കുഞ്ഞിനെ വിളിക്കണോ? വേണ്ട, ഞാൻ കണ്ടെന്ന് അവൻ അറിയണ്ട, നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവർ ഓട്ടോറിക്ഷയിൽ നേരെ വീട്ടിലോട്ട് വരികയാണ്. രാഘവേട്ടനും കുളിച്ച് ഭസ്മക്കുറിയൊക്കെ ഇട്ടിങ്ങനെ വാതക്കൽ അവരെ നോക്കി ഇരിക്കുവാണ്. അപ്പോഴാണ് ഓട്ടോറിക്ഷയിൽ പിള്ളയും സത്യഭാമയും വന്നിറങ്ങുന്നത്. എന്തായി ഭാമയെ പോയ കാര്യമെന്ന് ചോദിച്ചിട്ട് ഭാമ ഒരക്ഷരം പോലും പറയാതെ രാഘവേട്ടനെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. അത് കണ്ടിട്ട് രാഘവേട്ടൻ പിള്ളയോട് ചോദിക്കുന്നത്, എന്താ പിള്ളേ, തൻ്റെ യജമാനിയമ്മ ഒന്നും ചോദിച്ചിട്ട് മിണ്ടാതങ്ങ് പോയത്? അവിടെ എന്താ ഉണ്ടായത്? അത് സാറേ, വിഷ്ണു കുഞ്ഞിനെ കണ്ട സങ്കടവാ. വിഷ്ണുവിനെ കണ്ടെന്നോ? എവിടെ വെച്ച്? അത് ഞങ്ങൾ വരുന്ന വഴിയിൽ വെച്ച് വിഷ്ണു കുഞ്ഞിനെ കണ്ട്. എന്നിങ്ങനെ ചോദിക്കുവാണ് രാഘവേട്ടൻ. അപ്പോൾ ഫ്രണ്ട്സ്, സത്യഭാമ ലോണിന് വേണ്ടി ശാരദാമ്മയെ പോയി കാണുമോ? സത്യാമ്മ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ ലോൺ ഒപ്പിക്കുവോ? വിഷ്ണുവിൻ്റെ ആ ജോലിയിൽ വിഷമം തോന്നി വിഷ്ണുവിന് വേറെ ഏതെങ്കിലും ജോലി വാങ്ങിക്കുവോ എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.